എല്ലാവരും പോയോ? ശരി, എന്നാൽ എല്ലാവരും പോവുകയാണെങ്കിൽ പിന്നെ ഞാൻ നിന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മളെ നിമിഷക്കുട്ടിയും പോയോ? മഹേഷ് ഏട്ടൻ എന്ത് ജോലിയാ ചെയ്യുന്നത്? മഹേഷ് ഏട്ടൻ എന്ത് ജോലിയാ ചെയ്യുന്നത് ഇതുവരെ അറിയില്ല. മോശമായിപ്പോയി. ഇതെന്താക്കത്തെ? അതവിടെ വെച്ചാൽ മതി. മഹേഷേട്ടൻ മരത്തിൻ്റെ പണിയാണ്. മരം മുറിക്കാൻ പോകും, ലോഡ് കയറ്റാൻ പോകും. യൂണിയൻ പണിയാണ് മെയിൻ. മരത്തിൻ്റെ പരിപാടിയാണ്. മരം എവിടെ കണ്ടാലും പിന്നെ എന്താ, മരം എവിടെ കണ്ടാലും അത് കച്ചവടമൊക്കെ നോക്കും. അത് തന്നെ പരിപാടി. ഇതിൽ ചെറിയ തോതിലൊക്കെ മരമൊക്കെ എടുക്കും. മരമൊക്കെ നിങ്ങളുടെ നാട്ടിലൊക്കെ മരമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, പറന്ന് അവിടെ എത്തും. ഇപ്പോൾ നല്ല ഈച്ചൻ്റെ ശല്യ, ഈച്ച ശല്യം. ഞാൻ ഇവിടെ ഉണ്ട്. നിമിഷക്കുട്ടി, നിന്റെ വീട്ടിൽ ഈച്ചയുണ്ടോ? ഈച്ച. ഈ ഒരു കാലാവസ്ഥനെ കൊണ്ടാന്ന് തോന്നുന്നുണ്ട് ഭയങ്കരമായിട്ട് ഈച്ച. ആക്കാൻ വിളിക്കാം. ഓക്കെ, വിളിക്കേണ്ടി കേട്ടോ. നോ, ഇന്നലെ ഇങ്ങനെ പുറത്തേക്ക് പോയപ്പോഴേ ഈച്ചേൻ്റെ ഒരു പേപ്പർ ഉണ്ടല്ലോ, ഈച്ച പേപ്പർ. ഞാനത് കേട്ടിട്ടേ ഉള്ളൂ, ഇതുവരെ ഉപയോഗിച്ചിട്ടൊന്നുമില്ല കേട്ടോ. എന്നിട്ട് അത് വാങ്ങി. നല്ല റിസൾട്ട് കിട്ടി. മഴ പെയ്യാൻ തുടങ്ങിയാൽ ഈച്ച ശല്യം കൂടും. അതെ. ഇപ്പോൾ കാണുമെന്നത്. വിനീഷ ചേച്ചി വന്നല്ലോ. ഞാൻ ഗ്രീൻ സ്ക്രീൻ ആക്കി വെച്ചിരിക്കുക. വിനീഷ ചേച്ചി എവിടെയാണ്? അതെ, അതിൽ വന്ന് പറ്റി നിൽക്കുന്നു. അങ്ങനെ കുറേ രാവിലെ ഞാനൊരു 3 പേപ്പറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. മോളിച്ചേച്ചി ചോറ് കഴിച്ചോ? ഇല്ല, സത്യമായിട്ടും ചോറ് കഴിച്ചില്ല. കണ്ടില്ല. സത്യം. ഞാൻ വെറുതെ എന്താ പറയുക, വെറുതെ ബാക്ക്ഗ്രൗണ്ടിലൊന്നും ഇല്ലാതെ ഒരു ഇത് വേണ്ടാന്ന് വിചാരിച്ച് ഞാൻ വെറുതെ ഒന്ന് ഇട്ട് വെച്ച്. മുഖമാണല്ലോ സത്യമായിട്ട്. ഞാൻ ഇവിടെ കൊലയിൽ വന്നിരിക്കുക. ഷീറ്റിൻ്റെ ഇതുകൊണ്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ചൂടോണ്ട്. ഞാൻ ഈച്ചനെ കാണിക്കാൻ വേണ്ടിയിട്ട് ബാക്ക് ക്യാമറ ആക്കിയായിരുന്നു. അതാ സംഭവം പറ്റിപ്പോയത്. വിനീഷ ചേച്ചി, എന്താണ് വിശേഷം? നിങ്ങളെ ഞാൻ മനഃപൂർവ്വം വിളിച്ചു വരുത്തിയതാ. എന്താ, ഉറങ്ങായിരുന്നോ? സീരിയൽ കാണുകയായിരുന്നോ? ചോറ് കഴിച്ചോ? സുഖം. എന്തോ കുറച്ച് ദിവസമായിട്ടൊരു ക്ഷീണം പോലെ. എന്തോ ബിസിനസ് വേറെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തോ? ഭയങ്കര തിരക്ക്. അടുക്കളപ്പണി ഇതുവരെ തീർന്നില്ലേ? ഇതേപോലെ എലിയെ പിടിക്കുന്ന സാധനമുണ്ട്. അതെന്ത് സാധനം? ഇവിടെ എലി അങ്ങനല്ല. വിനീഷ ചേച്ചി ഹായ്. ഈച്ച നിങ്ങൾ കണ്ടാൽ ഇത്രയും ഈച്ച ഉണ്ടോയെന്ന് വിചാരിക്കും. ഇപ്പം ഒരാഴ്ച അത്രയൊക്കെ ആയിട്ടേ ഉള്ളൂ അങ്ങനൊരു ഈച്ചേൻ്റെ ശല്യം തുടങ്ങിയിട്ടോ. ഭയങ്കര ഈച്ച സംഭവം. ഇത് അടിപൊളിയാട്ടോ. അത് ഇതിൽ വന്നിങ്ങനെ പറ്റി ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ തന്നെ എന്താ പറയുക, അറപ്പാവും.